പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകളിൽ കൂട്ടുകാർ പരിചയപ്പെടാൻ പോകുന്നത് ഉത്തരാഫ്രിക്കയിലെ മൗണ്ട് ടപ്കൽ എന്ന കൊടുമുടി കയറിയ ഇയ കൃഷ്ണനെയാണ്. ജൂലൈ 7-ാം തീയതി മൊറോക്കോയിലെ 4167 മീറ്റർ ഉയരമുള്ള മൗണ്ട് ടപ്കൽ കൊടുമുടിയാണ് ഇയ കയറിയത്. ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ഇയ കൃഷ്. ഹായ് ഇയ. ഹായ്. ഇയക്ക് എത്ര വയസ്സുണ്ട്? 8 വയസ്സ്. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഇയ പഠിക്കുന്നത്? 2. ഇയ എവിടെയാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്? റോയൽ പ്രൈവറ്റ് ഇംഗ്ലീഷ് സ്കൂൾ ഫ്യൂജറ. ഈ ഫ്യൂജറ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? UAE എമിറേറ്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെയാണോ ഉള്ളത്? അച്ഛനമ്മ ജോലി അവിടെയാണ് അല്ലേ? അപ്പോൾ ഇയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇയ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മലയാളി ബാലികയാണ് അല്ലേ? ഒരു മലയാളി പെൺകുട്ടിയാണ് ഈ കൊടുമുടി കയറിയ ആള് അല്ലേ? അപ്പോൾ ഈ മൗണ്ടനിയറിങ് എന്നത് ഇയക്ക് എങ്ങനെയാണ് ഇഷ്ടമായത്? അത് വെച്ചാൽ നമ്മളൊരു ശബരിമല യാത്ര ചെയ്തു 5 വയസ്സിൽ. അത് സിമ്പിളായിട്ട് കയറിക്കൊണ്ട് നമ്മൾ കുഞ്ഞു ഹൈക്കിൽ നമ്മുടെ സ്ഥലത്തിൽ രാഷ്ട്രീയ ക്യാമ്പിൽ കുറേ മൗണ്ടൻസ് ഉണ്ട്. അതുകൊണ്ട് അത് കുഞ്ഞു മൗണ്ടൻസ് കയറിയിട്ട് സിമ്പിളായിട്ട് കയറി ഇറങ്ങി വീഴാതെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മളാണ് ജബൽ ജേസി കയറി. ജബൽ ജേസിൽ UAE ഏറ്റവും ഹയസ്റ്റ് പീക്ക്. ശരി. അത് എനിക്കൊരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അത് കിട്ടിയിട്ടാണ് എനിക്ക് ട്രെയിനിങ് തരുന്നത്. എന്നിട്ടാണ് ഈ കൊടുമുടിയിലെത്തിയത്. അപ്പം ഈ കൊടുമുടി കയറുന്ന, അതായത് ഈ മൗണ്ടനിയറിങ് എന്നത് കുടുംബത്തിൽ വേറെ ആരെങ്കിലും ചെയ്യുമോ? അത് എൻ്റെ അച്ഛൻ ചെയ്യും. പിന്നെ ഒരു കോച്ചുണ്ട്. ആ കോച്ച് കാരണമാണ് എനിക്ക് ഹൈക്കിങ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അല്ലാതെ എനിക്ക് ശബരിമല കാരണമാണ്. ആ ആദ്യമായിട്ട് കയറിയത് ശബരിമലയിലാണ്. പക്ഷെ മൗണ്ടൻ കയറിയത് ഒരു കുഞ്ഞു മൗണ്ടൻസ്, 1 ഫീറ്റ് അങ്ങനെ കൊച്ചു അപ്പൊ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നോ? അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ മൗണ്ട് ടപ്കലിൽ കയറിയപ്പോഴും അച്ഛൻ ഉണ്ടായിരുന്നു കൂടെ അല്ലേ? അച്ഛനും പിന്നെ 5 ആൾക്കാർ പോയി. നിങ്ങളുടെ ടീമിൽ 5 ആളുണ്ടായി. പിന്നെ ഒരു കുക്കും പിന്നെ ഒരു ഗൈഡും അവിടെ നിന്ന് ആ കൺട്രിയിൽ. ഓ ശരി. ഇത് എവിടെയാണ്? നോർത്ത് ആഫ്രിക്ക അല്ലേ? നോർത്ത് ആഫ്രിക്ക, മൊറോക്കോ എന്നാണ് കൺട്രീൻ്റെ പേര്. ഓ ശരി. മൊറോക്കോയിലാണ് ഈ മൗണ്ട് ടപ്കൽ ഉള്ളത് അല്ലേ? അതെ. ടപ്കൽ എന്ന് തന്നെയാണോ അതിന്റെ പ്രൊനൗൺസിയേഷൻ? തബുക്കൽ എന്ന് ചില ആൾക്കാർ വിളിക്കും, ചില ആൾക്കാർ ഡിഫറെന്റ് പ്രൊനൗൺസിയേഷനാണ് വിളിക്കുക. എന്നാലും സെയിം തന്നെയാണ്. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ കയറിയത് എപ്പോഴായിരുന്നു? കയറിയത് ജൂലൈ 9 നമ്മൾ ജൂലൈ 7 കയറിയത് അല്ലേ? അല്ല, ജൂലൈ 7 തീർന്നത്. ഓ, കയറി മുകളിലെത്തിയത്. മുകളിലെത്തിയത്. പക്ഷെ നമ്മൾ തുടങ്ങിയത് UAE പോയതാണ് ജൂലൈ 3 രാത്രി. നമ്മൾ പോയി മൊറോക്കോ പോയി. പിന്നെ ആ മൗണ്ടൻ തീർന്നു കഴിഞ്ഞതാണ് 7 കയറി കഴിഞ്ഞത് 7-ാം തീയതിയാണ് കയറി മുകളിലെത്തിയത്. താഴെത്തിയത് 7. താഴേക്ക് അന്ന് അല്ലേ? ശരി. ഏകദേശം എത്ര മണിയായി കാണും ഈ മൗണ്ടന് മുകളിൽ കയറി നിങ്ങൾ? അത് 3 ദിവസം. അല്ല, അത് 3 ദിവസം എടുത്തു നിങ്ങൾ കയറാൻ അല്ലേ? അപ്പോ ഈ ഒരു കൊച്ചുകുട്ടിയല്ലേ? അപ്പൊ ഈ ഒരു ചെറിയ കുട്ടിയാവുമ്പോ അവിടെ എങ്ങനെയായിരുന്നു ക്ലൈമറ്റ് ഒക്കെ? എങ്ങനെയാണ്? തണുപ്പ്? രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ടാവില്ല? സത്യമായിട്ട് നമ്മൾ 1 വട്ടമല്ല കയറി, 2 വട്ടം കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം പോയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, കുറേ മഞ്ഞ് ഉണ്ടായിരുന്നു. പിന്നെ മഴയെല്ലാം താഴ്ന്നു. അതുകൊണ്ട് നല്ല സ്ലിപ്പറി ആയിരുന്നു കയറാനായിട്ട്. ഞാനാണെങ്കിൽ എൻ്റെ കാലാണെങ്കിൽ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക, കയറാനും പോലും പറ്റുന്നില്ല. എന്നിട്ട് എത്രയോ നിർത്തിയിട്ട് നമ്മൾ തിരിച്ചു വന്നു. റിസ്ക് തിരിച്ചു വന്നിട്ട് നമ്മൾ ബാക്കി ചെയ്തു. പക്ഷെ സത്യമായിട്ടും റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്, അല്ലെങ്കിൽ കയറിക്കൂടെയെന്നു. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം പോയപ്പോൾ ഇന്ന് ജൂലൈയിൽ നമ്മൾ കയറിയപ്പോൾ നല്ല സ്നോ എല്ലാം മാറിയിട്ട് കുഞ്ഞു സ്നോസിലേ ഉള്ളൂ നമ്മൾ താഴത്തോട് മുകളിൽ കാണുമ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ സമ്മറാണ്. അതുകൊണ്ട് കയറാൻ സിമ്പിളായിരുന്നു, മഴ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ചൂടെടുക്കും, അതാണ് പ്രശ്നം. ഓ ശരി. ചൂട് നല്ല ഹീറ്റിങ്ങാ. അതുകൊണ്ട് നമ്മൾ ബേസ് ക്യാമ്പിൽ നമ്മൾ നിന്നു. ബേസ് ക്യാമ്പിൽ നമ്മൾ നിന്നിട്ട്
രാത്രി 2 മണിക്ക് എണീറ്റു. 2 മണിക്ക് എണീറ്റിന് 3 മണിക്ക് 3:30 സ്റ്റാർട്ട് ചെയ്തു. കേറി. ആ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൾക്കാർ ഇങ്ങോട്ട് കേവ് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രിയിൽ 3 മണിക്ക് കയറിയെന്നല്ലേ പറയണേ? 3:30. അപ്പൊ ആ സമയത്ത് പ്രകാശം എങ്ങനെയാണ് നിങ്ങൾ കയറുന്നത്? വെളിച്ചം വേണ്ടേ കയറാൻ? അത് നമ്മൾ ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് വെക്കും. ഹെഡ്ലൈറ്റ് വെച്ചിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് നല്ല രസമുണ്ട് കാണാൻ. രാത്രി അല്ലേ, രാവിലെ പോലെ അല്ല. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ക്രൗഡഡ് ആണ്. പക്ഷെ കുറച്ച് രാവിലെ ആയപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷഫിളായിട്ട് പോയി. പക്ഷെ നമ്മളെ ടീം മാത്രം ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഇപ്പം മൗണ്ടൻ കയറുമ്പോ വെയിലാവുമ്പോ നമ്മളങ്ങ് വല്ലാതെ തളരില്ലേ? ടാൻ അടിക്കും ചിലപ്പോ. നമ്മളില്ലേ ഇങ്ങനത്തെ ഫുൾ ഇട്ടാൽ ടാൻ അടിക്കൂല, പക്ഷെ മൊത്തം ടാൻ അടിക്കും. അപ്പൊ നിങ്ങള് എല്ലാം കൊണ്ടുപോയില്ലേ? ഫുഡ്, നമ്മളൊന്നും കൊണ്ടുപോകാം. നമ്മൾ വെള്ളം മാത്രം, വെള്ളവും പിന്നെ പ്രോട്ടീൻ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് നമ്മൾ മാത്രം. പക്ഷെ നമ്മളുടെ ഗൈഡ്സ് ആയിരിക്കും ഇങ്ങനത്തെ അവിടുത്തെ ഫുഡ് കൊണ്ടുപോയത്, ചോറ് അങ്ങനത്തെ പോലത്തെ സാധനങ്ങൾ. ശരി. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരില് മലയാളികളൊക്കെ ഉണ്ടായിരുന്നോ? ഒരെണ്ണം മലയാളി, പിന്നെ ഒരെണ്ണം വേറെ ലാംഗ്വേജാ. ശരി. ഇന്ത്യക്കാരായിരുന്നോ? ഇന്ത്യക്കാരായിരുന്നു. ഇപ്പോ എങ്ങനെയുണ്ട് പഠിത്തം? ഓക്കെയാണ്. പഠിക്കാൻ ഇഷ്ടമാണ്? അപ്പോൾ ഈയുടെ ഹോബി എന്ന് പറയണ എന്തൊക്കെ ഹോബീസ് ഉണ്ട്? ഹോബി വെച്ചാൽ എനിക്ക് വലുതായിട്ട് പൈലറ്റ് ആവുന്ന ആഗ്രഹം. അത് കൊള്ളാലോ. പൈലറ്റ് ആവണം. അപ്പൊ നല്ലൊരു വനിതാ പൈലറ്റ് അല്ലേ? ഈ പൈലറ്റ് എന്ന് പറയുമ്പോൾ ഏത് പ്ലെയിൻ പറത്താനാണ് ഇഷ്ടം? ഏത് പ്ലെയിൻ? എല്ലാ പ്ലെയിനും ഇഷ്ടം. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു ഫൈറ്റർ പൈലറ്റ് ആവാനാണോ അതോ ഒരു സാധാരണ ഒരു യാത്രാ വിമാനം പറത്താനാണോ ഇഷ്ടം? ഫൈറ്റർ പൈലറ്റ്. അപ്പോൾ വലുതായിട്ട് ഒരു ഫൈറ്റർ പൈലറ്റ് ആയിട്ട് ഇവിടെ വരൂ, നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാം. ഓക്കെ. അപ്പോൾ ഈയക്ക് ഈ ഒരു മൗണ്ടനിയറിങ്ങിനോടുള്ളൊരു ഇഷ്ടം വന്നില്ലേ? ഇഷ്ടമാണ്. അപ്പം വീട്ടിലിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമോ? അച്ഛൻ പറഞ്ഞൊക്കെ തരുമോ? അച്ഛൻ പറഞ്ഞിരിക്കുന്നു. അടുത്ത് നമ്മൾ പ്ലാൻ കിളിമഞ്ചാരോ. കിളിമഞ്ചാരോ കയറാൻ പോവാണ് അടുത്ത വർഷം. ശരി. അപ്പം കിളിമഞ്ചാരോ എവിടെയാ അറിയോ? ടാൻസാനിയ. ശരി. അപ്പം അടുത്ത ടാർഗറ്റ് അതാണ്. അതെ. പെർമിറ്റ് കിട്ടണം. പെർമിറ്റ്. അങ്ങനെ ഒരു കാര്യം ഉണ്ട് അതിലല്ലേ? കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട് 8 വയസ്സിൽ 7 വയസ്സിനും. നമ്മൾ ഫസ്റ്റ് കിളിമഞ്ചാരോ ആയിരുന്നു പ്ലാൻ, പക്ഷെ പെർമിറ്റ് കിട്ടിയില്ല. അതുകൊണ്ടാണ് തപ്കുൽ കയറിയത്. അപ്പോൾ അതിന് ഇനി അപ്ലൈ ചെയ്യണോ? എങ്ങനെയാണ്? നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കണം. അതിന് കുറച്ച് പ്രൊസീഡിയർ ഉണ്ടല്ലേ? കാര്യം കുറേ എക്സ്പീരിയൻസ് പോയിട്ട് അവൾക്ക് കയറാൻ പറ്റുള്ളൂ. വലിയവർക്ക് ഓക്കെ, പക്ഷെ കുഞ്ഞാൾക്കാർക്ക് ചിലപ്പോൾ മേക്ക് ചെയ്യാൻ പറ്റൂല. നല്ല എക്സ്പീരിയൻസ് എല്ലാം കൊടുക്കണം. ഡീറ്റെയിൽസ് കയറി നോക്കണ്ടേ? അല്ലാതെ എങ്ങനെയാ അല്ലേ? അല്ല, കുറേ മല കയറിയിട്ട് കയറാൻ പറ്റുള്ളൂ. ഇപ്പം 7 വയസ്സിലിട്ട് 8 വയസ്സായി. 7 വയസ്സ് 8 വയസ്സിൽ കുറച്ച് ആൾക്കാർ കയറി പറഞ്ഞില്ലേ, അവർ കുറേ എക്സ്പോർട്ട് മല ചെയ്തിട്ടുണ്ട് തപ്കുലല്ലാതെ. അതുകൊണ്ടാണ് അവർക്ക് കയറാൻ പറ്റിയത്. ഒരു മല കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു മൗണ്ടൻ കയറുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈക്ക് തോന്നിയിട്ടുള്ളത്? ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ നമ്മൾ വെള്ളം കൊണ്ടുപോയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ദാഹിക്കും, എന്താ നല്ലോണം ദാഹിക്കും. നമ്മൾ മല കയറല്ല, സാധാരണ ഓടല്ല. നമ്മൾ ഓടുമ്പോൾ നമുക്ക് വെള്ളം ഇല്ലാതെ കൊണ്ടുപോകാം, പക്ഷെ അത് നല്ല ചൂടാണ്. നമ്മൾ വിന്റർ ടൈമിലും സമ്മർ ടൈമിലാണെങ്കിലും കൊണ്ടുപോകണം. നമ്മൾ ക്ഷീണിച്ച് നമുക്ക് വെള്ളം കിട്ടൂല നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ. അതാണ് ബുദ്ധിമുട്ട്. ഇത് കയറുന്ന സമയത്ത് എന്തെങ്കിലും കയ്യിലുണ്ടായിരുന്നോ? എന്തെങ്കിലും ക്യാരി ചെയ്തിരുന്നോ? വെറുതെ തനിയെ കയറി പോവാണോ ചെയ്തത്? പണ്ടെല്ലാം ചെറുതില് തനി കയറും. എന്താ നമുക്ക് വെയിറ്റ് ഒന്നും പിടിക്കാൻ പറ്റൂല. കയറുമ്പോൾ നമ്മൾ താഴത്തോട്ട് പോയിരിക്കും. പക്ഷെ ഈ പ്രാവശ്യം ഞാനൊരു കുഞ്ഞ് ബാഗ് ഇട്ടു. കുഞ്ഞ് ബാഗ് പുറത്തിട്ടോ? മല കയറുന്നത് ഷോൾഡർ ബാഗ് തന്നെ. പിന്നെ അതിലൊരു വാട്ടർ ബാഗ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കണം. വാട്ടർ ബാഗ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ലൈൻ ഉണ്ടാവും. പിന്നെ നമുക്ക് മല കയറിയിട്ട് കുടിക്കാൻ പറ്റും. പക്ഷെ നോർമൽ വാട്ടർ ആണെങ്കിൽ നമ്മൾ എടുത്ത് കുടിക്കണ്ടേ, നിർത്തണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വാട്ടർ ബാഗ് വാങ്ങിച്ചത്. ശരി. അങ്ങനെയാണ് കയറിയത് അല്ലേ? ഒരു ബാഗ്, അതിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻ സാധനങ്ങൾ, ആപ്പിൾ, അങ്ങനത്തെ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ നട്സെല്ലാം കൊണ്ടുവന്നു, ബദാം, അങ്ങനത്തെ പ്രോട്ടീൻ സാധനം കഴിച്ചാൽ നമുക്ക് ക്ഷീണം വരില്ല. അപ്പോൾ ഇത് നിങ്ങൾ കയറാൻ തുടങ്ങിയിട്ട് എത്ര സമയം എടുത്തു അത് കയറി ഇറങ്ങാൻ? കയറാൻ 2 ദിവസം, ഇറങ്ങാൻ 1 ദിവസം.
അങ്ങനെ 3 ദിവസം അല്ലേ? ഓക്കെ. അപ്പം ഈ ടപ്കൽ എന്ന് പറയുന്ന ആ മൗണ്ടൻ, അത് എങ്ങനത്തെ മൗണ്ടനാണ്? നിറയെ റോക്സ് ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ? എങ്ങനെയാണ് സ്ട്രക്ചർ വെച്ചാൽ ഫസ്റ്റ് ഒരു കേർവ് ലൈൻസ് ആയിരിക്കും, സ്ട്രേറ്റ് പോയിട്ട് കേർവ് ലൈൻസ്, കേർവ് കഴിഞ്ഞിട്ട് നമ്മളൊരു അപ്പോർഡ് ലൈൻസ് ആയിരിക്കും പോവുക. അപ്പോർഡ് ലൈൻസ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു കുഞ്ഞു റോക്സ് ഉണ്ടാവും ഇങ്ങനത്തെ ലൈനായിട്ട്, റോക്സ് അല്ലെങ്കിൽ മഞ്ഞുണ്ടാവും, അങ്ങനെ ആയിരിക്കും നമ്മൾ കയറി പോകുന്നത്. പിന്നെ ഒരു വലിയ റോക്ക് ഉണ്ട്, അതായിരിക്കും നമ്മൾ കൂടുതലും പാറകളാണോ അതിലുള്ളത്? കൂടുതൽ പാറകളാണ് അല്ലേ? അത് ശരി. പാറയും മണ്ണും? മണ്ണുണ്ട്. മണ്ണായിക്കൊണ്ട് താഴത്തോട്ട് പോകാൻ നല്ല ഡിഫിക്കൽട്ടാ, സ്റ്റീപ്പ് അല്ലേ. അതുകൊണ്ട് ഞാൻ 6 വട്ടം വീണിട്ടുണ്ട്, എത്ര അറിയില്ല, പക്ഷെ അച്ഛൻ 3 വട്ടം വീണിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഈ മൗണ്ടനിയറിങ് എന്നൊക്കെ പറഞ്ഞ് പടങ്ങളൊക്കെ കാണുമ്പം ആളുകൾ സ്വെറ്റർ പോലെയും അങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ട് 2 റോഡ്സൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കയറുന്നത് അല്ലേ? അങ്ങനെയൊക്കെ കയറണമായിരുന്നു അതിനകത്ത്? അതോ അത് ഗ്രിപ്പ് ഇട്ടാണ്. ചിലപ്പോൾ നമുക്ക് അതില്ലാതെ കയറാൻ പറ്റില്ല. എനിക്ക് അതില്ലാതെ കയറാൻ പറ്റും, പക്ഷെ അവർ പറഞ്ഞു വന്നാലും എടുത്തോന്ന്. വീണ ചിലപ്പോൾ ഗ്രിപ്പ് ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മളായിരിക്കും ലാസ്റ്റ്, നമ്മളായിരിക്കും ഫസ്റ്റ്. ചിലപ്പോൾ വീണ എന്തെങ്കിലും ഗ്രിപ്പ് ഇട്ടണ്ടേ, ഗ്രിപ്പ് കിട്ടാനാണ് ആ സ്റ്റിക്കിംഗ് പോൾസ് ആണ് പേര്. അത് ശരി, സ്റ്റിക്കിംഗ് പോൾസ് അല്ലേ? ഇപ്പം നമ്മൾ ചെറുതിലേക്ക് കേട്ടിരിക്കുന്ന ഇങ്ങനെ മൗണ്ടൻ കയറുമ്പോൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടാവുമോ? എങ്ങനെയാണത്? നമ്മൾ തമ്മിൽ റോപ്സ് വെച്ചിട്ടെങ്ങാനും നിങ്ങൾ അച്ഛനെയും ഈയെയും ഒക്കെ ഇങ്ങനെ തമ്മിൽ നടക്കാൻ വേണ്ടിയിട്ട്? അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അപ്പം നമ്മൾ തെന്നി വീണു എന്ന് വിചാരിക്കും, താഴേക്ക് വീഴുവാണെങ്കിൽ നമ്മളങ്ങ് വീണ് താഴോട്ടങ്ങ് പോകത്തില്ലേ? താഴേക്ക് അങ്ങ് വീണ് പോവില്ലേ? അപ്പം നമ്മൾ അങ്ങനെ സേഫ്റ്റി മെഷേഴ്സ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിരുന്നോന്ന് ഞാൻ ചോദിച്ചു. സേഫ്റ്റി മെഷേഴ്സ് വെച്ചാൽ നമുക്കൊരു ഹൈക്കിംഗ് ഷൂ ഉണ്ട്, ഹൈക്കിംഗ് ഷൂവിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടും കുറച്ച്, അതുകൊണ്ട് അതും നല്ലത്. അല്ലെങ്കിൽ സ്റ്റിക്കിംഗ് പോൾസ് ആണ്. നമുക്ക് വീണയില്ലേ, സ്റ്റിക്കിംഗ് പോൾസ് വെച്ച് നമുക്ക് അങ്ങനെ പിടിച്ചിങ്ങനെ കുത്താം, ഹൈറ്റ് കുറച്ചിട്ട് പിടിച്ചിങ്ങനെ കുത്താം. ഹൈറ്റ് കുറയ്ക്കാം, കൂട്ടാം, എന്തോന്ന് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ നിൽക്കും, നിന്നിട്ട് പതുക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഫുൾ ഒരിക്കൂല, നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി വേദനിക്കും. ശരി. അപ്പം ഈ മൗണ്ടൻ കയറുന്ന സമയത്ത് ആരായിരുന്നു മുന്നിൽ പോയത്? മുന്നിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്തായിരുന്നു. നമ്മൾ ചിലപ്പോൾ ഗൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അച്ഛനും ഞാനായിരിക്കും. കയറുമ്പോൾ ഞാനും കോച്ചായിരിക്കും കൂടെ ഉണ്ടാകുന്നത്, പക്ഷെ ഇറങ്ങുമ്പോൾ കോച്ചിന് വേറെ ആൾക്കാർക്ക് നോക്കണ്ടേ. കോച്ച് സ്പീഡിൽ പോകും, പക്ഷെ സ്ലോ ആ പോകുന്നത്. പക്ഷെ നമ്മളുടെ ഗൈഡ് അത് നോക്കും, പക്ഷെ സ്പീഡാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ട് നമ്മൾ ഫുൾ കണ്ടിന്യൂ ചെയ്തു. ശരി. റെസ്റ്റ് എടുത്താണ് ഇതും കയറിയതല്ല അല്ലേ? അല്ല, ഇങ്ങനെ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രേക്ക് എടുക്കും. നമ്മൾ എപ്പോഴും ടയർഡ് ആകുമ്പോൾ നമ്മൾ ഒരു 1 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വാട്ടർ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ശരി. ഈ മൗണ്ടൻ എങ്ങനെയാണ്? സ്റ്റീപ്പായിരുന്നോ? കയറുമ്പോൾ നല്ല കുറച്ച് സ്റ്റീപ്പായിരുന്നു, പക്ഷെ ഇറങ്ങുമ്പോൾ നല്ല സ്റ്റീപ്പായിരുന്നു. മണ്ണെല്ലാം കുതിച്ചിരിക്കല്ലേ സ്നോ കഴിഞ്ഞിട്ട്, അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഞാൻ കുറേ വട്ടം വീണ്ടും പറഞ്ഞില്ലേ സ്റ്റീപ്പായിക്കൊണ്ട. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് കുറച്ച് വീഴും, പക്ഷെ നമുക്ക് സ്റ്റിക്കിംഗ് പോൾസ് വെച്ച് നമുക്ക് നമ്മളെ സേവ് ചെയ്യാൻ പറ്റും നമ്മൾ താഴത്തോട്ട് വീഴുമ്പോൾ. അങ്ങനെ ഞാൻ ചെയ്തിട്ട് പതുക്കി നീറ്റ്. എന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ വീഴൂല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല സ്ലിപ്പാവാണ്. കുഞ്ഞുങ്ങളുടെ ഹൈക്കിംഗ് ഷൂവിൽ അത്ര ഗ്രിപ്പില്ല, വലിയവരുടെ ഹൈക്കിംഗ് ഷൂവിൽ ഗ്രിപ്പുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഡിഫിക്കൽട്ടാണ്, വലിയവർക്ക് ഡിഫിക്കൽട്ട് അല്ല. അച്ഛൻ കുറച്ച് വട്ടം വീണിട്ടുള്ളൂ, അച്ഛൻ്റെ ഷൂവിൽ ഗ്രിപ്പ് ഉണ്ടായിക്കൊണ്ട്. പിന്നെ സ്റ്റിക്കിംഗ് പോൾസ് നമ്മൾ ഫ്രണ്ടിൽ പോകുമ്പോൾ സ്റ്റിക്കിംഗ് പോൾസ് നമ്മൾ കയറുമ്പോൾ സ്റ്റിക്കിംഗ് പോൾസ് ബാക്കിലാണ് വെക്കണ്ടേ, ഫ്രണ്ടിൽ വെച്ച് നമ്മൾ പെട്ടെന്ന് വീഴും. പക്ഷെ ഇറങ്ങുമ്പോൾ ഫ്രണ്ടിലാണ് വെക്കണ്ടേ, അല്ലെങ്കിൽ വീഴും. ശരി. ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് അല്ലേ ഈ മൗണ്ട് ടപ്കൽ കയറിയത്? അപ്പോൾ അതൊരു റെക്കോർഡാണ് അല്ലേ? ഇപ്പം ഈ മൊറോക്കോയിലെ ഈ മൗണ്ട് ടപ്കൽ എന്ന് പറയുന്നത് 4167 മീറ്റർ ഉയരമുള്ള ഒരു മൗണ്ടൻ ആണ് അല്ലേ? അപ്പോൾ ഈ മൗണ്ട് ടപ്കൽ എന്ന് പറയുന്നത് ആ അറ്റ്ലസ് പർവ്വതനിരയിലുള്ള മൗണ്ടൻസിൽ ഏറ്റവും ഉയരം കൂടിയതാണോ? അതോ അല്ല, അത് തന്നെ അതിലുള്ള ഇപ്പം ഈ പറഞ്ഞ ടപ്കലാണോ ഏറ്റവും ഉയരം കൂടിയത് അവിടെ ആ മലനിരകളിൽ ആണോ? അറിയില്ല അല്ലേ? അതറിയില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ ഈ മൗണ്ടൻ കയറി ഇറങ്ങി വന്നപ്പോൾ
ഈയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം പറയാമോ? അത് വെച്ചാൽ എനിക്ക് ഹൈക്കിങ് എനിക്ക് നല്ല കാര്യമാണ്. അച്ഛൻ കൊണ്ടുപോയി ഞാൻ പറയും എന്തെന്നെ കൊണ്ടുപോകാത്ത, അച്ഛൻ അപ്സലിങ് എല്ലാം ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, വീണ് നമ്മളുടെ കൈ ഓടിയും കാലോടിയും, അതുകൊണ്ട് അച്ഛക്ക് പേടിയായിരുന്നു എന്നെ കൊണ്ടുപോകണം. കുട്ടികൾക്കാണെങ്കിൽ ചെയ്യാനും പറ്റില്ല. അച്ഛൻ അപ്സലിങ് എല്ലാം പോയിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കുക എന്താ എന്നെ കൊണ്ടുപോകാത്ത, അച്ഛൻ പറയും ഞാൻ കുറച്ചും കൂടെ വലുതായിട്ട് ഒറ്റയ്ക്ക് പോയിക്കോ, എന്നെ കൂട്ടണ്ടെന്ന് പറയാം. എനിക്ക് മൗണ്ടൈനിലൊരു നല്ല ആഗ്രഹമുണ്ട്. മൗണ്ടൈൻ അല്ലാതെ എനിക്കൊരു വേറെ ആഗ്രഹമുണ്ട്, ട്രാവലിങ്ങും പിന്നെ കളരിയും. കളരി പഠിക്കുന്നുണ്ടോ? ആ, പഠിക്കുന്നുണ്ട്. അത് ശരി. എത്രാമത്തെ വയസ്സ് തുടങ്ങിയ കളരി പഠിച്ചു തുടങ്ങിയേ? തീരെ ചെറുതിലെ പഠിച്ചു തുടങ്ങിയോ? നേരത്തെ വർഷം. കഴിഞ്ഞ വർഷം? ആ, കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം. ഇപ്പം 8 വയസ്സായില്ലേ? അപ്പോൾ 1 വർഷമായി കളരി പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ? അത് അവിടെ കളരി സ്കൂളുണ്ടോ? എങ്ങനെയാ, അവിടെ പോയാണോ പഠിക്കുന്നത്? അത് വെച്ചാൽ കളരി നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ടാണ് കളരി പോകുന്നത്. ഞാൻ ചിലപ്പോൾ കളരി പോവും, അല്ലെങ്കിൽ ഡാൻസിൽ പോവും, അല്ലെങ്കിൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. ആ, ഡാൻസ് പഠിക്കുന്നുണ്ട്. കളരി ഡാൻസ് ഇല്ലെങ്കിൽ നമ്മൾ വെക്കേഷൻ ആകുമ്പോൾ സ്കൂളെല്ലാം പോയിട്ട് നമ്മൾ ട്രാവലിങ് പോവും. നമ്മൾ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ അച്ഛക്കൊരു ജോലി വന്ന എമർജൻസി ജോലി വന്നാൽ അച്ഛക്ക് അവിടെ പോകണം. അതുകൊണ്ട് ചിലപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് പോകും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകും. അപ്പോൾ ഈയൊക്കെ എന്തൊക്കെയാ ഉള്ളത്? മൗണ്ടനിയറിംഗ് ഉണ്ട്, ഡാൻസ് ഉണ്ട് അല്ലേ, കളരി ഉണ്ട്, പിന്നെ പഠിക്കണം അല്ലേ? അപ്പോൾ ഈ ഒരാളെ ഉള്ളോ? അല്ല, വീട്ടില് അല്ല, അനിയത്തി ഉണ്ട്. അനിയത്തി എത്ര വയസ്സായി? 4. സ്കൂളിൽ ചേർത്തോ? അടുത്ത വർഷം. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യണേ? അച്ഛൻ്റെ പേരെന്താ? കൃഷ്ണരാജ്. അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛന് മറൈൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഫുജറയിൽ. ആ, ശരി. ഓക്കെ. അമ്മയോ? 2 പേരും മറൈൻ കമ്പനി, ഫുജറയിൽ. മറൈൻ കമ്പനിയിലാണ് അല്ലേ? ഈയുടെ ഇഷ്ടങ്ങളൊക്കെ പറയൂ. ഇഷ്ടം എനിക്ക് ട്രാവലിങ്, കളരി, അങ്ങനത്തെ സാധനങ്ങൾ. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് അല്ലേ? ഇഷ്ടമാണ്. അച്ഛൻ ട്രാവൽ ചെയ്യാൻ കൊണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്. ഇപ്പം ഈ മൗണ്ടനിയറിങ്ങിന് പോയിട്ടൊക്കെ ഇപ്പോൾ എത്ര രാജ്യങ്ങളൊക്കെ കണ്ടു? ഞാൻ 17 കൺട്രീസ് ഉണ്ട്. ഏതൊക്കെയാ അത്? അത് ചിലത് പേരൊക്കെ ചിലതേ അറിയുള്ളൂ. പറഞ്ഞേ. യൂറോപ്പ്, മൊറോക്കോ, സ്വിറ്റ്സർലാൻഡ്, അങ്ങനത്തെ നോർമൽ കൺട്രീസ്. പക്ഷെ അച്ഛൻ ഒരു 50 സംതിങ് കണ്ടിട്ടുണ്ട് അല്ലേ? 5 സംതിങ്. ശരി. അപ്പോൾ ഈയുടെ വീട് എവിടെയാണ്? വീട് യുഎയിലാണ്. അവിടെയാണ് താമസിക്കുന്നത് അല്ലേ? ഇവിടെ അച്ഛനും അമ്മയൊക്കെ എവിടെയാണുള്ളത്? അച്ഛൻ തൃശ്ശൂര്, അമ്മ ഏലൂര്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ എപ്പോഴാണ്? കഴിഞ്ഞോ? അല്ല, വെക്കേഷൻ ഇപ്പോഴാണ്. ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ വെക്കേഷൻ സമയത്താണ് ഇവിടെ കേരളത്തിലേക്ക് വന്നത് അല്ലേ? 1 വർഷത്തെ 1 വട്ടേ വെക്കേഷൻ വരുള്ളൂ. എത്ര നാളുണ്ടാവും വെക്കേഷനിൽ? ഒരു മാസം, ഒരു 1.5 months. പക്ഷെ ഡിസംബറിൽ എനിക്ക് 1 വട്ടം കൂടി വെക്കേഷൻ ഉണ്ട്. നമ്മൾ നാട്ടിൽ പോയില്ല, എൻ്റെ ഗ്രാൻഡ് പാരൻസ് വരും, അവർ യുഎയിൽ വരും. ശരി. എന്നിട്ട് അവരുടെ കൂടെ ഇങ്ങോട്ട് വരുമോ? അല്ല, അവർ യുഎ വന്നിട്ട് നമ്മളിങ്ങനെ എൻ്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട് അവർ പോകും. ശരി. അപ്പം ആ സമയത്ത് ഈക്ക് വെക്കേഷൻ ഉള്ളതുകൊണ്ട് അവർ വന്ന് നിൽക്കും അല്ലേ വീട്ടിൽ? ശരി. ഡിസംബർ കഴിഞ്ഞിട്ട് അടുത്ത വർഷം കൂടെ നമ്മൾ ഒന്നും കൂടെ നാട്ടിൽ പോയിട്ട് അവർ വരും. ശരി. ഈയുടെ ക്ലാസ് ഒക്കെ എങ്ങനെയാ? സ്കൂളിൽ എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ? ഈയുടെ ക്ലാസ്സിൽ 27. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടോ? ആദ്യമാണ് പേര്. ആദി എന്താ ചെയ്യുന്നത്? ആദ്യം ഒരു മൗണ്ടൻ കയറും. പക്ഷെ ആദ്യം ഇപ്പം തബുക്കുൽ കയറിയിട്ടില്ല. ശരി. ഇറാൻ ബോംബിട്ടുകൊണ്ട് നമുക്കില്ലേ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലായി. അതുകൊണ്ട് യുദ്ധം നടക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ചില ആൾക്കാരുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. അതുകൊണ്ടാണ് ആദ്യം വരാത്തത്. അപ്പൊ ഇനിയിപ്പോ എന്നാ അങ്ങോട്ട് പോകുന്നേ? തിരിച്ചു പോകുന്ന? ഞാനും അമ്മയും എൻ്റെ അനിയത്തും ഓണം കഴിഞ്ഞ പിറ്റേ ദിവസം. ഓക്കെ. ഓണം കഴിഞ്ഞിട്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് വിടരുന്ന മുട്ടുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഉത്തരാഫ്രിക്കയിലെ മൗണ്ട് ടപ്കൽ എന്ന കൊടുമുടി കയറിയ ഈയ കൃഷാണ്. അപ്പോൾ ഈയയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഈയ നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്തതിന് താങ്ക് യു. അപ്പോൾ ഈയയ്ക്ക് ഇനിയും ഒരുപാട് മൗണ്ടൻസൊക്കെ കയറാൻ പറ്റട്ടെ, റെക്കോർഡുകൾ സ്ഥാപിക്കാൻ പറ്റട്ടെ എന്നാണ് ആശംസിക്കുന്നത്.
താങ്ക് യു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് വിടരുന്ന മുട്ടുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഉത്തരാഫ്രിക്കയിലെ മൗണ്ട് ടപ്കൽ എന്ന കൊടുമുടി കയറിയ ഇയ ക്രിഷ് ആണ്. വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.